സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധം. നയം പ്രഖ്യാപിച്ച ഗവർണർ. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി. കേസിൽ ശിക്ഷാവിധി നാളെ. സ്വപ്ന പദ്ധതിയായ സ്റ്റാർഷിപ്പ് ദൗത്യം പരാജയമെന്ന് ഇലോൺ മസ്ക്. 12 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമം. ബഹിരാകാശ നടത്തം പൂർത്തിയാക്കി സുനിത വില്യംസ്. DCC ട്രഷററുടെ ആത്മഹത്യ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയാനിരിക്കെ ബാലകൃഷ്ണൻ MLA സഭയിൽ. വാർത്തകൾ വിശദമായി. കേരള സർക്കാർ നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. മലയാളത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ പ്രസംഗം തുടങ്ങിയത്. പ്രസംഗത്തിനായി നിയമസഭയിലെത്തിയ ഗവർണറെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചത്. ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ആർലേക്കറുടെ കേരളത്തിലെ ആദ്യ നയപ്രഖ്യാപനമാണ് നടന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു വരുന്നുവെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് മുൻഗണന നൽകുന്നുണ്ടെന്നും എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്നും 64,006 അതിദരിദ്രരെ കണ്ടെത്തിയെന്നും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നടപടി തുടങ്ങിയെന്നും ഗവർണർ പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വൻ പുരോഗതിയാണ് കേരളം കൈവരിച്ചിട്ടുള്ളതെന്നും വികസന നേട്ടങ്ങളിൽ കേരളം മാതൃകയാണെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. ഇന്റർനെറ്റ് സാർവത്രികമാക്കിയതു മുതൽ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കിയതിൽ വരെ കേരളം നേട്ടത്തിന്റെ പാതയിലാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നടപടിയെടുത്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ നേട്ടം എടുത്തു പറയേണ്ടതാണ്. കേന്ദ്രവുമായി ചേർന്ന് ദേശീയപാത വികസനം സുഗമമായി പുരോഗമിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മികവ് കാണിക്കുന്നുണ്ട്. സമീപകാലത്ത് നിരവധി ദുരന്തങ്ങൾ നേരിട്ടത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തവും ഉണ്ടായി. വയനാട് പുനരധിവാസത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വയനാട് ടൗൺഷിപ്പ് 1 വർഷത്തിനകം നടപ്പാക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന് കേന്ദ്ര സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുമെന്നും ഗവർണർ പറഞ്ഞു. സഹകരണ മേഖലയിൽ കഴിഞ്ഞ വർഷം മികച്ച നേട്ടം കൈവരിച്ചുവെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. GST നഷ്ടപരിഹാരമില്ലാത്തതും ഗ്രാന്റുകൾ കുറഞ്ഞതും പ്രതിസന്ധിയാണെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. GST വിഹിതം കുറഞ്ഞത് ധനകാര്യ കമ്മീഷനെ പരാതി അറിയിച്ചു കഴിഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനം നേരിടുന്നുണ്ടെന്ന് പറഞ്ഞ് കേന്ദ്രത്തിനുള്ള പരോക്ഷ വിമർശനമായി. സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര നയങ്ങൾ വെല്ലുവിളിയാകുന്നുവെന്ന് നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി. 2ാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. 3ാം പ്രതി അമ്മാവൻ നിർമ്മലകുമാർ നായരും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മയെ വെറുതെ വിട്ടത്. ശിക്ഷാവിധി നാളെയുണ്ടാകും. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കാമുകിയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനുമെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നത്. ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയതെന്നാണ് കേസ്. ഷാരോണും ഗ്രീഷ്മയുമായി വർഷങ്ങളായി ബന്ധമുണ്ടായിരുന്നു. മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് ആദ്യം കുടിപ്പിച്ചു. ദേഹാസ്വസ്ഥമുണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെട്ടു. പിന്നീടാണ് പളുകിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത്. 2022 ഒക്ടോബർ 14-നായിരുന്നു ഷാരോൺ കഷായം കുടിച്ചത്. ദേഹാസ്വസ്ഥമുണ്ടായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 11 ദിവസത്തിന് ശേഷം ഷാരോൺ മരിച്ചു. ഷാരോണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയുമെല്ലാം അതിവിദഗ്ധമായി തെറ്റിദ്ധരിപ്പിച്ച് ഷാരോൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ രക്ഷപ്പെടാൻ ഗ്രീഷ്മ ശ്രമിച്ചു. മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. തെളിവുകൾ നശിപ്പിച്ചതിനെ ഗ്രീഷ്മയുടെ അമ്മ സിന്ധു നിർമ്മലകുമാരൻ നായരെയും പ്രതി ചേർത്തു. കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 1 വർഷം ജയിലിൽ കിടന്ന ശേഷമായിരുന്നു ഗ്രീഷ്മ ജാമ്യത്തിൽ ഇറങ്ങിയത്. പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോവുകയോ അവരെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുകയോ തുടങ്ങിയ പ്രവർത്തികൾ ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാട്ടേണ്ടതില്ല എന്നത് സർക്കാരിന്റെ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
മുതിർന്ന പൗരന്മാരോടുള്ള ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം നഗരസഭ മുതിർന്ന പൗരന്മാർക്കായി സംഘടിപ്പിച്ച മധുരം ജീവിതം സീനേജർ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയോജനങ്ങളുടെ പരിചരണത്തിനും ക്ഷേമത്തിനും ശ്രദ്ധ നൽകേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രായമാകുന്നവർ തനിച്ചായി പോകുന്നില്ല എന്നുറപ്പുവരുത്താനും ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാനുമുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. 1600 രൂപ നിരക്കിൽ വാർദ്ധക്യ പെൻഷൻ ലഭ്യമാക്കി വരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കേന്ദ്രവിഹിതം ലഭിക്കാതിരുന്നിട്ടും 2021 ജനുവരി മുതൽ പെൻഷൻ അർഹതയുള്ള എല്ലാവർക്കും മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ നൽകി വരുന്നു. ഇതാണ് മുതിർന്ന പൗരരോടുള്ള കേരള സർക്കാരിന്റെ കരുതലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുതിർന്ന പൗരരുടെ വിവിധ തരം പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി ഒട്ടേറെ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ഭാരതീയ ചികിത്സാ വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളിലെ താമസക്കാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവർക്ക് സൗജന്യ ആയുർവേദ ചികിത്സയും സാന്ത്വന പരിചരണവും നൽകുന്ന വയോ അമൃതം പദ്ധതി അതിൽ ഒന്നാണ്. അതുപോലെ മുതിർന്ന പൗരരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രശാന്തി ഹെൽപ്പ് ലൈൻ. ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. മെഡിക്കൽ ആവശ്യങ്ങൾക്കും മറ്റ് സഹായങ്ങൾക്കും ഈ ഹെൽപ്പ് ലൈൻ മുഖേന ബന്ധപ്പെടാനാകും. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി സെക്കൻഡ് ഇന്നിംഗ്സ് ഹോം എന്ന പേരിൽ ഒരു പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. ഇത് സംസ്ഥാനത്ത് ആകെ വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പകൽ പരിപാലന കേന്ദ്രങ്ങൾ നവീകരിക്കുന്നതിനായി സ്വയംപ്രഭ ഹോം പദ്ധതി ആരംഭിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം ശ്രീലങ്കയുടെ വാണിജ്യ വ്യവസായ രംഗത്ത് പിടിമുറുക്കി ചൈന. ശ്രീലങ്കയിലെ ഹമ്പൻതോട്ടത്തിൽ അത്യാധുനിക എണ്ണ ശുദ്ധീകരണശാല നിർമ്മിക്കുന്നതിന് ഒറ്റയടിക്ക് 35,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ചൈന ശ്രീലങ്കയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈനയോട് ആഭിമുഖ്യമുള്ള ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസ്നായകയുടെ ചൈന സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ശ്രീലങ്കയുടെ ഊർജ്ജ മന്ത്രാലയവും പ്രമുഖ ചൈനീസ് അന്താരാഷ്ട്ര പെട്രോളിയം കോർപ്പറേഷനായ സിനോപെക്കും തമ്മിലാണ് കരാർ. 2 ലക്ഷം ബാരൽ ശേഷിയുള്ള ശുദ്ധീകരണശാലയായിരിക്കും ഇത്. 99 വർഷത്തെ പാട്ടവ്യവസ്ഥയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഹമ്പൻടോട്ട തുറമുഖം ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ഇവിടെ ഒരു സാമ്പത്തിക മേഖല നിർമ്മിക്കുന്നതിനായുള്ള ദീർഘകാല പാട്ടവും ചൈന നേടിയിട്ടുണ്ട്. പ്രതിപക്ഷത്തായിരിക്കട്ടെ ഹമ്പൻടോട്ട തുറമുഖ കരാറിന്റെ വിമർശകനായിരുന്നു ദിസ്നായകെ. ഇന്ത്യ ചാരക്കപ്പലുകളായി കണക്കാക്കുന്ന ചൈനയുടെ വിവാദ ഗവേഷണ കപ്പലുകളെ ഹമ്പൻതോട്ട തുറമുഖത്ത് നങ്കൂരമിടാൻ ശ്രീലങ്ക അനുവദിക്കുമോ എന്ന് ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ചൈനീസ് കപ്പലുകളുടെ ആവർത്തിച്ചുള്ള സന്ദർശനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യ ശ്രീലങ്കയെ അറിയിച്ചിട്ടുണ്ട്. വിദേശ ഗവേഷണ കപ്പലുകൾക്ക് ശ്രീലങ്കയുടെ തുറമുഖങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള വിലക്ക് കഴിഞ്ഞ മാസം അവസാനിച്ചിട്ടുണ്ട്. ചർച്ചകൾക്കൊടുവിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ സമുദ്ര സഹകരണം തുടരാനും സമുദ്രകാര്യങ്ങളിൽ പതിവായി ഉഭയകക്ഷി കൂടിയാലോചനകൾ നടത്താനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ചൈന വിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ പ്രദേശം ഒരിക്കലും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും സിസങ്, സിൻജിയാങ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചൈനയെ ശക്തമായി പിന്തുണയ്ക്കുമെന്നും ശ്രീലങ്ക ആവർത്തിച്ചു. 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അന്തിമഘട്ടത്തിലെന്ന് കേന്ദ്ര സർക്കാർ. സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോയാകും മുഖ്യാതിഥിയാകുകയെന്ന് കേന്ദ്രം അറിയിച്ചു. പ്രസിഡന്റായ ശേഷം സുബിയാന്തോ ഇന്ത്യ സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ്. മുൻ കരസേന തലവൻ കൂടിയായ സുബിയാന്തോ ഒക്ടോബറിൽ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യ സന്ദർശനമായതിനാൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കാനാണ് സാധ്യത. 2020 ഇന്തോനേഷ്യയുടെ പ്രതിരോധ മന്ത്രിയായിരിക്കെ സുബിയാന്തോ ദില്ലി സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുമായി ഇക്കുറി സുബിയാന്തോ കൂടിക്കാഴ്ച നടത്തും. ജനുവരി 25-നാകും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തുക. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന അറ്റ് ഹോം വിരുന്നിലും സുബിയാന്തോ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അതിഥിയായി എത്തുന്നത്. സമഗ്രവും തന്ത്രപരവുമായ പങ്കാളി എന്ന നിലയിൽ
ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയിലും ഇന്തോ പസഫിക്കിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലും നെടും തൂണാണ് ഇന്തോനേഷ്യ എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു പ്രധാന അതിഥി. 2023 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദൽ ഫത്ത എൽ സിസിയും പ്രത്യേക അതിഥിയായി എത്തി ചടങ്ങിനെ ഊഷ്മളമാക്കി. കോവിഡിനെ തുടർന്ന് 2021-22 വർഷങ്ങളിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പ്രധാന അതിഥികൾ ഉണ്ടായിരുന്നില്ല. 2020 ബ്രസീലിയൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോ ആയിരുന്നു അതിഥി. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകളെ വധിച്ചു. ബിജാപൂർ ജില്ലയിലെ തെക്കൻ ബസ്തറിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെയാണ് പ്രദേശത്ത് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡും CRPFും ചേർന്നുള്ള സംയുക്ത സുരക്ഷാ സംഘമാണ് മാവോയിസ്റ്റുകളെ വധിച്ചത്. 3 ജില്ലകളിൽ നിന്നുള്ള സംസ്ഥാന പോലീസിന്റെ ജില്ലാ റിസർവ് ഗാർഡിലെ ഉദ്യോഗസ്ഥരും കോബ്രയിലെ 5 ബറ്റാലിയനുകളും CRPFിന്റെ 229 ബറ്റാലിയനും ഓപ്പറേഷനിൽ പങ്കെടുത്തതായി അധികൃതർ അറിയിച്ചു. സ്ഥലത്ത് മാവോയിസ്റ്റുകൾക്കായുള്ള പരിശോധന തുടരുന്നുവെന്നും പോലീസ് അറിയിച്ചു. സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റിട്ടില്ല. സൗത്ത് ബസ്തർ മേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തിയത്. ജനുവരി 6 ഛത്തീസ്ഗഡിലെ നാരായൺപൂർ, ദന്തേവാഡ, അബുജ്മത് എന്നിവിടങ്ങളിൽ നടന്ന ഓപ്പറേഷനുകളിൽ 2 സ്ത്രീകളടക്കം 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 219 മാവോയിസ്റ്റുകളാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ജനുവരി 6 ബിജാപൂരിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടിത്തെറിച്ച് 9 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം ബിജാപൂരിൽ മാവോയിസ്റ്റുകൾക്കായുള്ള തിരച്ചിൽ ശക്തമാവുകയും ചെയ്തിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് ഈ മാസം ഇതുവരെ 26 മാവോയിസ്റ്റുകൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. दिनांक 11/1/2025 को हमें सूचना मिली थी कि कोरंजेड़, बंदेपारा और कचराराम के जंगलों में माओवादियों की, जो कि नेशनल पार्क एरिया कमेटी और मजर एरिया कमेटी के लोग हैं, वो मौजूद हैं करके उस पर हमने परसों रात को ऑपरेशन लॉन्च किया था. और कल दिन में सुबह 8 बजे से लेकर शाम 4 बजे तक रुक कर फायरिंग और मुठभेड़ होता रहा. सर्चिंग के दौरान हमें 5 माओवादियों के शव बरामद हुए, जिसमें 2 महिला और 3 पुरुष माओवादियों के शव थे, जिनकी शिनाख्त की कार्रवाई की जा रही है. उसके साथ में ही ऑटोमेटिक हथियार जैसे SLR, BGL लॉन्चर, सिंगल शॉट गन, 12 बोर और भरमार जैसे हथियार और साथ में एमुनेशन और कई प्रकार के माओवादियों के जो सामग्रियां थी वो बरामद हुई. വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ജീവനൊടുക്കിയ കേസിൽ 1ാം പ്രതിയായ IC ബാലകൃഷ്ണൻ MLA നിയമസഭയിലെത്തി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയാനിരിക്കെയാണ് സഭയിലെത്തിയത്. നാളെ വിധി പറയുന്നതിന് മുമ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായതോടെ IC ബാലകൃഷ്ണൻ ഒളിവിലായിരുന്നു. എന്നാൽ ഒളിവിൽ പോയതല്ലെന്നും സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കർണാടകയിലായിരുന്നുവെന്നും വിശദീകരിച്ച് IC ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. എന്നാൽ IC ബാലകൃഷ്ണൻ ഒളിവിലാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിക്കുകയായിരുന്നു. അറസ്റ്റ് വാറണ്ടുള്ളയാൾ ഒളിവിൽ പോകേണ്ടി വരും, അത് സ്വാഭാവികമാണ് എന്നായിരുന്നു പ്രതികരണം. ഡിസംബർ 25 DCC ട്രഷറായിരുന്ന വിജയനെയും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നാലെ 27 ഇരുവരും മരിച്ചു. ബാലകൃഷ്ണന് പുറമെ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. സഹകരണ ബാങ്കിലെ നിയമനക്കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതോടെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും 15ലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കേസ് ഡയറി പരിശോധിച്ചതിനു ശേഷം മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിൽ വിധി പറയാമെന്നാണ് കോടതി പറഞ്ഞത്. അതുവരെ ഇരുവരുടെയും അറസ്റ്റ് തടഞ്ഞിരുന്നു. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കി ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ്. നിർണായക അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്തിറങ്ങിയത്. സുനിതയ്ക്കൊപ്പം നിക്ക് ഹേഗും സ്പേസ് വോക്ക് നടത്തി. US സ്പേസ് വോക്ക് 91 എന്നായിരുന്നു നിലയത്തിലെ നിർണായക അറ്റകുറ്റപ്പണികളടങ്ങിയ ദൗത്യത്തിന്റെ പേര്. ഇത്തവണ ബഹിരാകാശ നിലയത്തിലെത്തിയ ശേഷമുള്ള 7 മാസത്തിനിടെ ആദ്യമായാണ് സുനിത വില്യംസ് ISSനെ പുറത്തിറങ്ങിയതെന്ന പ്രത്യേകതയുണ്ട്. സുനിത വില്യംസിന്റെ കരിയറിലെ 8ാം സ്പേസ് വോക്കാണിത്. നിക്ക് ഹേഗ് 4ാം തവണയാണ് ബഹിരാകാശ നടത്തം പൂർത്തിയാക്കുന്നത്.
6 മണിക്കൂറോളം നേരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് ചിലവഴിച്ച സുനിതയും നിക്കും നൈസർ എക്സ്റേ ടെലിസ്കോപ്പിൽ അറ്റകുറ്റപ്പണി നടത്തി. ISSന്റെ ഓറിയന്റേഷൻ കൺട്രോൾ നിയന്ത്രിക്കുന്ന ഗൈറോ പുനഃസ്ഥാപിച്ചു. മറ്റെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നിലയത്തിന് ഉടൻ ആവശ്യമുണ്ടോ എന്ന് ഇരുവരും പരിശോധിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും കാലാവധി ഉറപ്പിക്കുന്നതിനും അനിവാര്യമായ അറ്റകുറ്റപ്പണികളാണ് സുനിത വില്യംസും നിക് ഹേഗും പൂർത്തിയാക്കിയതെന്ന് നാസ അറിയിച്ചു. ജനുവരി 23-ന് അടുത്ത സ്പേസ് വാക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് നാസ നടത്തും. സുനിത വില്യംസിനൊപ്പം ബാരി വിൽമോറാണ് ഈ സ്പേസ് വാക്കിനായി നിലയത്തിന് പുറത്തിറങ്ങുക. ISS ട്രസ്സിൽ നിന്ന് ഒരു റേഡിയോ ഫ്രീക്വൻസി ഗ്രൂപ്പ് ആന്റിന നീക്കം ചെയ്യുക ഇവരുടെ ചുമതലയായിരിക്കും. നിലയത്തിന്റെ പുറംഭാഗത്തുണ്ടാവാൻ സാധ്യതയുള്ള മൈക്രോബയോളജിക്കൽ ജീവനെക്കുറിച്ച് പഠിക്കാൻ ഡെസ്റ്റിനി ലാബിലും ക്വിസ്റ്റ് എയർലോക്കിലും നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുക, കനാഡാം 2 റോബോട്ടിക് കൈയിലെ അറ്റകുറ്റപ്പണി നടത്തുക എന്നിവയും സുനിത ബാരി സഖ്യത്തിന്റെ ചുമതലയാണ്. 2024 ജൂണിൽ ഒരാഴ്ചത്തെ ദൗത്യത്തിനായി ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയവരാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. എന്നാൽ സ്റ്റാർ ലൈനറിലെ സാങ്കേതിക തകരാർ കാരണം ഇരുവർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങി വരാനായില്ല. പിന്നീട് 2025 ഫെബ്രുവരിയിലേക്ക് നീട്ടിയ ഇരുവരുടെയും മടക്കം മാർച്ചിന് മുമ്പ് നടക്കാൻ സാധ്യതയില്ല എന്നാണ് നാസ നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡറാണ് സുനിത വില്യംസ്. വിവരാവകാശ അപേക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ കൈമാറണമെന്ന അപൂർവ ഉത്തരവുമായി വിവരാവകാശ കമ്മീഷൻ. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ 2024 മെയ് 29-ന് രാവിലെ 10 മണി മുതൽ 10:30 വരെയുള്ള സമയത്തെ CCTV ദൃശ്യങ്ങളുടെയും സംഭാഷണങ്ങളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൈമാറുവാനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടത്. കൊച്ചിയിൽ വിവരാവകാശ കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ പള്ളുരുത്തി സ്വദേശിയും RTI ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറിയുമായ പുളിക്കൽ പറമ്പിൽ PC ഉണ്ണികൃഷ്ണൻ നൽകിയ പരാതി പരിഗണിച്ച കമ്മീഷൻ മട്ടാഞ്ചേരി SP PB കിരണിനും പള്ളുരുത്തി SHO രതീഷ് ഗോപാലിനും ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നേരത്തെ ഈ ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്ന നിലപാട് സ്വീകരിച്ച മുൻ SHO സഞ്ജു ജോസഫ്, മുൻ SP KR മനോജ് എന്നിവരെ കമ്മീഷൻ താക്കീത് ചെയ്തിരുന്നു. പള്ളുരുത്തി സ്റ്റേഷനിലെ റൈറ്റർ എഡ്വേർഡ് മോശമായി പെരുമാറിയെന്നും ഇത് സംബന്ധിച്ച് പരാതി SHO സഞ്ജു ജോസഫിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം നടപടി സ്വീകരിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി സുരേഷ് പടക്കാറ എന്നയാളാണ് വിവരാവകാശ കമ്മീഷനെ പരാതി നൽകിയത്. ഇതു സംബന്ധിച്ച് ഉന്നതർക്ക് പരാതി നൽകാനാണ് CCTV ദൃശ്യങ്ങളുടെ പകർപ്പ് ചോദിച്ച് അന്നത്തെ SHOയ്ക്ക് PC ഉണ്ണികൃഷ്ണൻ വിവരാവകാശ അപേക്ഷ നൽകിയത്. സ്വകാര്യത മാനിച്ച് ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്ന് ഇൻസ്പെക്ടറും SP-യും മറുപടി നൽകിയിരുന്നു. തുടർന്നാണ് കമ്മീഷനെ സമീപിച്ചത്. പരാതി പരിഗണിച്ചപ്പോഴും സ്വകാര്യത മാനിച്ച് ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്ന നിലപാടിലായിരുന്നു പോലീസ്. ഇത് തള്ളിയാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ കൈമാറാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് SHOയോട് നിർദ്ദേശിച്ചത്. അതേസമയം നിർദ്ദിഷ്ട അരമണിക്കൂറിനിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദൃശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കിയേ കൈമാറാവൂ എന്നും നിർദ്ദേശം നൽകി. കൈമാറുന്ന ദൃശ്യങ്ങൾ കമ്മീഷൻ പരിശോധിച്ച ശേഷം പരാതിക്കാരന് നൽകും. കൊച്ചിയിലെ ഹിയറിംഗിൽ 28 പരാതി പരിഗണിച്ച കമ്മീഷൻ 25 എണ്ണം തീർപ്പാക്കി. ഇലോൺ മസ്കിന്റെ സ്വപ്ന പദ്ധതിയായ SpaceX സ്റ്റാർഷിപ്പ് പ്രോട്ടോടൈപ്പ് വിക്ഷേപിച്ച മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു. വ്യാഴാഴ്ച ടെക്സസിൽ നിന്നായിരുന്നു വിക്ഷേപണം. റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ പതിക്കാതിരിക്കാനായി മെക്സിക്കോ ഉൾക്കടലിന് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾ വഴിമാറിയാണ് സഞ്ചരിച്ചത്. SpaceXന്റെ 7ാമത്തെ സ്റ്റാർഷിപ്പ് പരീക്ഷണമായിരുന്നു ഇത്. ആദ്യ പരീക്ഷണ പേലോഡ് മോക്ക് സാറ്റലൈറ്റുകളുമായി സൗത്ത് ടെക്സസിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പ്രാദേശിക സമയം 5:38-നാണ് ലോഞ്ച് ചെയ്തത്. 8 മിനിറ്റിന് ശേഷം SpaceX മിഷൻ കൺട്രോളിനെ സ്റ്റാർഷിപ്പുകളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. സ്റ്റാർഷിപ്പുകളുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും നഷ്ടമായെന്ന് ദൗത്യം പരാജയപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച ശേഷം SpaceX കമ്മ്യൂണിക്കേഷൻ മാനേജർ ഡാൻ ഹ്യൂട്ട് പറഞ്ഞു. സ്റ്റാർഷിപ്പിന്റെ സൂപ്പർ ഹെവി ബൂസ്റ്ററിൽ നിന്ന് വിട്ടുമാറിയ അപ്പർ സ്റ്റേജാണ് പൊട്ടിത്തെറിച്ചത്. അതേസമയം ബൂസ്റ്റർ വിജയകരമായി താഴേക്ക് എത്തുകയും ലോഞ്ചിംഗ് പാഡിലെ കൂറ്റൻ യന്ത്രകൈകൾ അതിനെ സുരക്ഷിതമായി പിടിച്ചെടുക്കുകയും ചെയ്തു. ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച് പുനരുപയോഗിക്കാവുന്ന ബൂസ്റ്ററുകളാണ് സ്റ്റാർഷിപ്പിന്റെ പ്രത്യേകത. ആ ഘട്ടം വിജയിച്ചെങ്കിലും എഞ്ചിൻ ഫയർവാളിന് മുകളിലെ ഭാഗത്ത് ഓക്സിജൻ ഇന്ധന ചോർച്ച വന്നതോടെ കൂടുതൽ സമ്മർദ്ദം രൂപപ്പെട്ട് ഫസ്റ്റ് സ്റ്റേജ് ഭാഗം പൊട്ടിത്തെറിക്കുകയായിരുന്നു.
ഉയർന്ന ഘട്ടങ്ങളിൽ സ്റ്റാർഷിപ്പ് നേരത്തെയും പരാജയപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു ഇത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോഴായിരുന്നു അപകടം. ഇപ്പോഴത്തെ സംഭവത്തെ തുടർന്ന് മയാമി രാജ്യാന്തര വിമാനത്താവളത്തിൽ ചില വിമാനങ്ങൾ സർവീസ് നിർത്തിയതായി വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 20 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടെന്ന് ഫ്ലൈറ്റ് റഡാർ 24 അറിയിച്ചു. വിജയം അനിശ്ചിതത്വത്തിലാണ്, പക്ഷേ വിനോദം ഉറപ്പാണ് എന്നായിരുന്നു വീഡിയോ പങ്കുവെച്ച് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചത്. മുൻ പതിപ്പുകളേക്കാൾ 2 മീറ്റർ ഉയരമുള്ളതായിരുന്നു പുതിയ സ്റ്റാർഷിപ്പ്. ടെക്സസിൽ നിന്ന് വിക്ഷേപിച്ച് 1 മണിക്കൂറിന് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിയന്ത്രിതമായി തിരിച്ചിറക്കാനായിരുന്നു പദ്ധതി. മനുഷ്യരെയും സാധനങ്ങളെയും ചൊവ്വയിലേക്ക് വിടാനും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ വിന്യസിക്കാനും കഴിയുന്ന റോക്കറ്റ് നിർമ്മിക്കാനുള്ള മസ്കിന്റെ പദ്ധതിയുടെ ഭാഗമാണ് സ്റ്റാർഷിപ്പ്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.